ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് തന്നിരുന്നു. അവിടെ നിന്ന് ആദ്യത്തെ 2 ചാപ്റ്റർ സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രിയും, അതിനകത്ത് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഞാൻ വ്യക്തമായി, അതായത് സൊല്യൂഷൻ എന്ന ചാപ്റ്റർ അല്ല, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രാധാന്യം എന്ത്, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, വർക്ക് ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ, ആ ഒരു ടോപ്പിക്ക് മാത്രമല്ല, ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് വരാവുന്ന എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ഒരു ക്വസ്റ്റ്യനെ കണക്ട് ചെയ്ത് വരുന്ന ഏത് ഭാഗമുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടോ, അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു മാർഗ്ഗം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സഹായം, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. ഇനി നിങ്ങളെ ക്ലാസ് കാണിച്ച് കേൾപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. പകരം ആ ചാപ്റ്ററിലെ 2 ചാപ്റ്ററിനെ കുറിച്ചൊന്നും ജസ്റ്റ് പറയാനുണ്ടല്ലോ, ഒന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെ 10-20 മിനിറ്റ് കൊണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അതിൻ്റെ അകത്തെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ അകത്ത് ആദ്യത്തെ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അതിനെക്കുറിച്ച് കെമിക്കൽ കൈനറ്റിക്സിൽ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളുടെ ആവശ്യമില്ല. അതിൻ്റെ അകത്ത് നിങ്ങൾ പഠിക്കേണ്ടത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, അറീനിയസ് ഇക്വേഷൻ ആണ്. 2 ഞാൻ ആദ്യം ഒന്ന് കുറിച്ചിടാം, എന്നിട്ട് മാത്രം അതിനെക്കുറിച്ച് പറയാം. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ആണ്. മൂന്നാമത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്, ആ നോട്ട്സ് ഉണ്ട്, അതുകൊണ്ട് മാത്രം എന്ന് പറയുകയാണ്. പിന്നെ ന്യൂമറൽസ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അവിടെ നിന്ന് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ഡിഫറൻറ്റ് ഓർഡർ അല്ലേ. ആറാമത് പറയുന്നത് ഗ്രാഫാണ്. ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അവിടെ അറീനിയസ് ഇക്വേഷൻ മറ്റെല്ലാ ചാപ്റ്ററിലും പറയുന്നതിന്റെ കൂട്ട് തന്നെ ഇക്വേഷൻസ്, അതുമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറീനിയസ് ഇക്വേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓർഡർ ഓഫ് മോളിക്കുലാരിറ്റി, എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഒരു കോമ്പൗണ്ട് ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലാരിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ അറിയണം. അത് ഏത് റിയാക്ഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്ന് അറിഞ്ഞിരിക്കണം. അത് അപ്പം അവിടെ നമ്മൾ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എഴുതിയെന്ന് പറഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എല്ലാം ഉണ്ട്. അതിന്റെ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്, മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു റിയാക്ഷന്റെ സ്പീഡ്, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അർത്ഥമാക്കുന്നത്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു ഭാഗം അറീനിയസ് ഇക്വേഷൻ ആദ്യം എടുക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ എഴുതി തന്നിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുക്കിന്റെ അകത്ത് ഒരു ഓർഡർ ആയിരിക്കത്തില്ല. അപ്പോൾ ആ ഓരോ ഭാഗവും എടുക്കുക, അറീനിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി അതുമായിട്ട് അത് ചെയ്ത് നോക്കുക, റേറ്റ് ഓഫ് റിയാക്ഷൻ നോക്കുക. പിന്നെ ന്യൂമറൽസ് ഓഫ് ഫസ്റ്റ് ഓർഡറിന്റെ ന്യൂമറൽസ് എങ്ങനെയാണ് എഴുതുന്നുള്ള രീതി അറിഞ്ഞിരിക്കണം. പിന്നെ ഡിഫറെന്റ് ഓർഡറുകളുടെ യൂണിറ്റ് ഓഫ് റേറ്റ് അറിഞ്ഞിരിക്കണം. ഓരോ ഓർഡറുകളുടെയും എങ്ങനെ കണ്ടുപിടിക്കുക, അതിന്റെ ഗ്രാഫ്. ഇതാണ് കെമിക്കൽ ഞാൻ പറഞ്ഞല്ലോ, അത്ര നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. കാര്യം അധികം എന്താണ് കൊനിഷ്ഠ സംഗതികൾ വരുന്ന ഒരു ചാപ്റ്റർ അല്ല. ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കുന്നതൊക്കെ ഉണ്ട്, എങ്കിലും അത്ര ബുദ്ധിമുട്ട് വരുന്ന ഒരു ചാപ്റ്റർ അല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ ഭംഗിയായിട്ട് എടുക്കുക, എടുത്തിട്ടത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡി ബ്ലോക്ക് എലമെന്റ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് ആണ്. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഒരുപാട് വിശദീകരണത്തിന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റിലേക്ക് വന്നാൽ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകത, അത് സത്യസന്ധമായി പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിച്ചെടുക്കുക, നിങ്ങൾ കുറെ വർക്ക് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്. മറ്റേതിന്റെ കൂട്ട് കാണാതുള്ള ഒരു പഠിത്തം നിങ്ങൾക്ക് കൃത്യമായിട്ട് നടക്കാത്ത ഒരു ചാപ്റ്ററാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലാന്തനൈഡ് കൺട്രാക്ഷൻ ആണ് അല്ലെ. ലാന്തനൈഡ് കൺട്രാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഏതിന്റെയൊക്കെയാണ്, KMnO4 ആൻഡ് K2Cr2O7. പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ്
പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് പറഞ്ഞിട്ടുണ്ട്. നാലാമത് പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചർ ഏതൊക്കെയാണ്? CrO4 2-ഉം Cr2O7 2-ഉം. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവയുടെ പ്രോപ്പർട്ടീസ്. ആറാമത് പറഞ്ഞിരിക്കുന്നത് യൂസസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ് അല്ലെ. ഇത്രയുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. വേറെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അത് അത്ര പ്രശ്നം വരുന്നതല്ല. ഓക്കെ, നോക്കിയ മക്കളെ. അപ്പൊ ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നൊരു ഭാഗമാണ്. അത് ലാന്തനൈഡ് കൺട്രാക്ഷൻ ഡി ബ്ലോക്ക് എലമെന്റ് ആയിട്ടും എഫ് ബ്ലോക്ക് എലമെന്റ് ആയിട്ടും ഒരുമിച്ച് വരുന്നുണ്ട്. എന്താണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്നുള്ളതും അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ലാന്തനൈഡ് കോൺട്രാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന കോൺസിക്വൻസസ്. നമ്മൾ 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ് ഒക്കെ പഠിച്ചാണ്. അതിൽ 5D 6D ഇവിടെയൊക്കെ ഒരുമിച്ച് വരാനുള്ള കാരണമാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്നുള്ളത്. അപ്പൊ ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്നാൽ എന്തെന്ന് പഠിക്കണം, അതിന്റെ കോൺസിക്വൻസസ് പഠിക്കണം. ഓക്കെ, പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് KMnO4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര വട്ടം നിങ്ങൾ എഴുതി പഠിച്ചാലും ഒരു കുഴപ്പമില്ല. KMnO4 പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയല്ല, അതിന്റെ ഏതൊക്കെ മെത്തേഡ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ മെത്തേഡ്, കോമൺ മെത്തേഡ്, ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്. ആ മെത്തേഡുകളെല്ലാം എവിടെ നിന്നാണ് നിർമ്മിക്കുന്നത്, അതിന്റെ റിയാക്ടൻസ് ഏത്, റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെ, കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ അത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി ഇക്വേഷൻ എഴുതി ബാലൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാലൻസ് ചെയ്ത് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് മാർക്ക് കിട്ടത്തുള്ളൂ. പൊട്ടാസ്യം പെർമാംഗനേറ്റും K2Cr2O7 മനസ്സിലായത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, അത് പഠിച്ചിരിക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് സ്ഥിരം ചോദിക്കുന്നതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഒറ്റവാക്കി തീർന്നെന്ന് വെച്ചാൽ അവിടെ തീരുന്നില്ല. അതിന്റെ ഓരോ പ്രോപ്പർട്ടിയുടെയും റീസൺ, അത് വരാൻ കാരണം. ഇപ്പൊ കളേർഡ് കോമ്പൗണ്ട്, എന്തുകൊണ്ട് കളേർഡ് കോമ്പൗണ്ട് ആയിരിക്കുന്നു? ഷോ വേരിയബിൾ ഓക്സിഡേഷൻ, എന്തുകൊണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് ഹൊറിസോണ്ടൽ സിമിലാരിറ്റി കാണിക്കുന്നു? മനസ്സിലായല്ലോ. പിന്നെ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, എന്തുകൊണ്ട് അത് സംഭവിച്ചിരിക്കുന്നു അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്തായിരുന്നു, ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകളെ ഫോം ചെയ്യുന്നു, അതിന്റെ റീസൺ, ആ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകളുടെ എക്സാമ്പിൾ, മനസ്സിലായല്ലോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പം ഈ ഒരു ഭാഗം, ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റിൽ ഓരോ പ്രോപ്പർട്ടിയും എടുക്കുക, അതിന്റെ റീസൺ എടുക്കുക, അവിടെ വരുന്ന എക്സാമ്പിൾ എടുക്കുക. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെ പ്രോപ്പർട്ടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോന്നെടുത്ത് പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ഥിരമായി ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിയല്ലേ, സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ? CrO4 2-ഉം Cr2O7. അത് വരയ്ക്കേണ്ടത് ഇവിടെ ഇപ്പം 4 ഓക്സിജനും 1 ക്രോമിയമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1 ക്രോമിയം ഇവിടെ വെക്കുന്നു, 1 ഓക്സിജൻ ഇങ്ങോട്ട്, 1 ഓക്സിജൻ ഇങ്ങോട്ട്, 1 ഓക്സിജൻ ഇങ്ങോട്ട്, 1 ഓക്സിജൻ ഇങ്ങോട്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 2- ഇവിടെ എഴുതുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ക്രോമിയത്തിന് വരും. ഇത് സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാനത് വരച്ചെന്ന് കാണിച്ചത്. 4 ഓക്സിജൻ, മറ്റേടത്താകുമ്പോൾ 2 ക്രോമിയം വരും, 7 ഓക്സിജനും വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 1 ക്രോമിയവും 4 ഓക്സിജനും, 1 ക്രോമിയം 4 ഓക്സിജൻ, ഇത് ഇത്രയുള്ള സംഭവം. പക്ഷെ ഇത് വരയ്ക്കണം, അറിഞ്ഞിരിക്കണം. അടുത്തടുത്ത് വരുമ്പോൾ 2 ക്രോമിയം വരും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്രോമിയം വരയ്ക്കുന്നു, ഇവിടെ ഒരു ക്രോമിയം വരയ്ക്കുന്നു, രണ്ടുപേരുടെ ഒരു ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആകെ എത്ര ഓക്സിജൻ ഉള്ളത്? 7 ഓക്സിജൻ ആണുള്ളത്. 1 ഓക്സിജൻ ഇവിടെ ആയിട്ടുള്ളൂ, ബാക്കി 6 ഓക്സിജൻ. വളരെ എളുപ്പം. ഇങ്ങോട്ടൊരു ഓക്സിജൻ, ഇയാൾക്ക് 3 ഓക്സിജൻ, ഇയാൾക്കും 3 ഓക്സിജൻ. കണ്ടോ? അപ്പൊ ഈ ക്രോമിയത്തിന് ഇവിടെ 3 ഓക്സിജൻ, ഈ ക്രോമിയത്തിന് ഇവിടെ 3 ഓക്സിജൻ, ഈ 2 ക്രോമിയത്തിലൂടെ കോമൺ ആയിട്ട് 1 ഓക്സിജൻ. കണ്ടോ? എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ആക്കുന്നു, 2- കൊടുക്കുന്നു. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. അപ്പൊ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിക്കുക, സ്ട്രക്ചർ പഠിച്ചിരിക്കുക. പിന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആണ്. എന്താണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി മാത്രം നമ്മൾ പഠിക്കാൻ കാരണം? സിങ്ക്, കാഡ്മിയം, മെർക്കുറിയുടെ പ്രത്യേകത എന്താ? സിങ്ക്, കാഡ്മിയം, മെർക്കുറിയുടെ പ്രത്യേകത യഥാർത്ഥത്തിൽ ഇതൊരു ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒരു ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല, കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റിലാണ് ഇവർക്കുള്ളത്. മനസ്സിലായല്ലോ. കളേർഡ് കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എലമെന്റുകൾ എന്തെല്ലാം പ്രത്യേകത കാണിക്കുന്നു അതിലൊന്നിലും ആര് പങ്കെടുക്കുന്നില്ല? ഇവർ പങ്കെടുക്കുന്നില്ല. അപ്പൊ ഇവരുടേതായ പ്രോപ്പർട്ടികൾ പ്രത്യേകമുണ്ട്, ആ 3 എലമെന്റുകളുടേതായ പ്രത്യേകതകളുണ്ട്. അതെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഫൈനലി നമുക്ക് വരുന്നത് എന്താണ് മക്കളെ? യൂസസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെയും എഫ് ബ്ലോക്ക് എലമെന്റുകളുടെയും അതിൽ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സ്പെഷ്യലായിട്ട് എഫ് ബ്ലോക്ക് എലമെന്റ് ഞാൻ ക്രമീകരിച്ചിട്ടില്ല.
പക്ഷേ എഫ് ബ്ലോക്ക് എലമെന്റിന്റെയും പ്രോപ്പർട്ടീസ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. എഫ് ബ്ലോക്ക് എലമെന്റുകളെ അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? ആഫ്റ്റർ യുറേനിയം, ഒരു ക്വസ്റ്റ്യൻ ഓർത്തോണം, യുറേനിയത്തിന് ശേഷമുള്ള എലമെന്റുകളെ അറിയപ്പെടുന്നത് ട്രാൻസ് യുറേനിയം എന്നാണ് എന്ന് അറിഞ്ഞിരിക്കണം. ട്രാൻസ് യുറേനിയം. അതുപോലെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് കൂടുതലും എഫ് ബ്ലോക്ക് എലമെന്റ്. റേഡിയോ ആക്റ്റീവ് എലമെന്റുകളാണ്. അതൊക്കെ എഫ് ബ്ലോക്ക് എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലോ പ്രോപ്പർട്ടിയിലോ അറിഞ്ഞിരിക്കണം. അപ്പം എഫ് ബ്ലോക്ക് എലമെന്റുകൾ ജസ്റ്റ് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പ്രോപ്പർട്ടികളും അറിഞ്ഞിരിക്കണം. പിന്നെ യൂസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂസസ് കൃത്യമായിട്ട് എഫ് ബ്ലോക്ക് എലമെന്റിന്റെയും ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഉപയോഗങ്ങൾ അതൊക്കെ നമുക്ക് കുറേയൊക്കെ കഴിഞ്ഞിട്ടിരുന്നതാണ്. കാര്യം മിക്കവാറും ഇൻഡസ്ട്രിയൽ മേഖലയിലെല്ലാം ഉപയോഗിക്കുന്ന എലമെന്റുകളാണ്, അല്ലെങ്കിൽ അവയുടെ കോമ്പൗണ്ടുകളാണ്. ഈ എലമെന്റുകളുടെ കോമ്പൗണ്ട് ആയിരിക്കും കൂടുതൽ. അപ്പൊ അതൊക്കെ വെച്ച് വെറുതെ വെച്ച് കീച്ചാവുന്നതേ ഉള്ളൂ. മനസ്സിലല്ലോ? കൂടുതലും എന്താണ് കണ്ടക്ടിവിറ്റി കാണിക്കുന്നതുണ്ട്, ഹീറ്റ് കണ്ടക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് കോമൺ ആയിട്ട് അലോയി ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി അലോയി സ്റ്റീൽ ഇതൊക്കെ മിക്കവാറും ഇതിലൊക്കെ പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള യൂസസ് മനസ്സിലായി. അതുപോലെ എഫ് ബ്ലോക്ക് എലമെന്റ് വരുന്ന തോറിയത്തിനൊക്കെ തോറിയം മോണോസൈറ്റ്, ഇൽമനൈറ്റ് ഇതൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ഓറാണ്. പക്ഷെ അതിനൊക്കെ വളരെ ഉപയോഗമുള്ളതാണ്. യുറേനിയത്തിൻ്റെ ഓറായ പിച്ച് ബ്ലെൻഡ് വളരെ ഉപയോഗമുള്ളൊരു ഇതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് യൂസസ് നിങ്ങൾ എന്താണോ പഠിച്ചത്, ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്, നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഓർഡർ എന്താണോ അത് തൽക്കാലം കളയണ്ട. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ നമ്മളിതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നാമത് എക്സാമാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ വീഡിയോ കണ്ട് സമയം കളയണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഞാൻ ആ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഭാഗത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തല്ല പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഫുൾ മാർക്ക്. ക്വസ്റ്റ്യൻസ് ഏത് അധ്യാപകൻ ക്വസ്റ്റ്യൻ ഇട്ടാലും ഈ ഒരു കണ്ടന്റ് വരുന്നത് ആയിരിക്കും പഠിക്കുന്നത്. പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ഡേ ഫ്രീ ഉണ്ട്. കൃത്യമായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കണം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ എല്ലാ മക്കളുമാർക്കും നമസ്കാരം. നന്ദി.